സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ചെയ്യാൻ പോകുന്നത് ഒരു മോക്ക് ടെസ്റ്റ് ആണ്. സെലക്ട് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളാണ് എടുത്തിരിക്കുന്നത്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, മുനിചര്യ പഞ്ചകം എന്ന കൃതി രചിച്ചത് ആര്? മുനിചര്യ പഞ്ചകം എന്ന കൃതി രചിച്ചത് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരുവാണ് മുനിചര്യ പഞ്ചകം എന്ന കൃതി രചിച്ചത്. 2020 പുതിയ ദേശീയ വിദ്യാഭ്യാസ പദ്ധതി പ്രകാരം ശുപാർശ ചെയ്യുന്ന രീതി ഏതാണ്? 2020 പുതിയ ദേശീയ വിദ്യാഭ്യാസ പദ്ധതി പ്രകാരം ശുപാർശ ചെയ്യുന്ന രീതി. ഓപ്ഷൻ സി ആണ് ഉത്തരം. 5+3+3+4. 5+3+3+4. 2011 സെൻസസ് പ്രകാരം ഏറ്റവും കുറവ് ജനസംഖ്യാ വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ്? 2011 സെൻസസ് പ്രകാരം ഏറ്റവും കുറവ് ജനസംഖ്യാ വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ്? നാഗാലാൻഡ് ആണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. നാഗാലാൻഡ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? മാഹിയാണ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ജില്ല മാഹി. ഇന്ത്യ ചൈന യുദ്ധ സമയത്ത് ഇന്ത്യയുടെ രാഷ്ട്രപതി ആരായിരുന്നു? ഇന്ത്യ ചൈന യുദ്ധ സമയത്ത് ഇന്ത്യയുടെ രാഷ്ട്രപതി ആരായിരുന്നു? എസ് രാധാകൃഷ്ണൻ. എസ് രാധാകൃഷ്ണനായിരുന്നു ഇന്ത്യ ചൈന യുദ്ധ സമയത്ത് ഇന്ത്യയുടെ രാഷ്ട്രപതി ആയിരുന്നത്. ഇന്ത്യയുടെ സഹകരണത്തോടെ ഏത് രാജ്യത്ത് നിലവിൽ വന്ന ജലവൈദ്യുത പദ്ധതിയാണ് താല ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ? താല ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ ഭൂട്ടാനാണ്. ഭൂട്ടാൻ. ഇന്ത്യയുടെ സഹകരണത്തോടെ ഏത് രാജ്യത്ത് നിലവിൽ വന്ന ജലവൈദ്യുത പദ്ധതിയാണ് താല ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ? ഭൂട്ടാനിലാണ്. ഭൂട്ടാൻ. ഏത് ദേശീയ പാതയാണ് ഗ്രേറ്റ് ആൻഡമാൻ ട്രങ്ക് റോഡ് എന്നുകൂടി അറിയപ്പെടുന്നത്? ഏത് ദേശീയ പാതയാണ് ഗ്രേറ്റ് ആൻഡമാൻ ട്രങ്ക് റോഡ് എന്നുകൂടി അറിയപ്പെടുന്നത്? NH4 ആണ്. NH4 ഗ്രേറ്റ് ആൻഡമാൻ ട്രങ്ക് റോഡ് എന്നും അറിയപ്പെടുന്നത് NH4. ഇന്ത്യയിൽ റെയിൽ ഗതാഗതം ആരംഭിച്ചത് ഏത് വർഷമാണ്? ഇന്ത്യയിൽ റെയിൽ ഗതാഗതം ആരംഭിച്ച വർഷം 1853 ആണ്. 1853 ഇന്ത്യയിൽ റെയിൽ ഗതാഗതം ആരംഭിച്ചത്. ഇന്ത്യയിൽ റെയിൽ ഗതാഗതം ആരംഭിച്ച വർഷം 1853. 1874 വള്ളത്തിൽ യാത്ര ചെയ്യവേ ആക്രമണത്തിനിരയായി കൊല്ലപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? 1874 വള്ളത്തിൽ യാത്ര ചെയ്യവേ ആക്രമണത്തിനിരയായി കൊല്ലപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ആറാട്ടുപുഴ വേലായുധ പണിക്കറാണ്. ആറാട്ടുപുഴ വേലായുധ പണിക്കറാണ് വള്ളത്തിൽ യാത്ര ചെയ്യവേ കൊല്ലപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ്. ഏത് വർഷമാണ്? 1874 ആറാട്ടുപുഴ വേലായുധ പണിക്കർ കൊല്ലപ്പെട്ടത്. അറ്റ്ലസ് അസ്ഥി കാണപ്പെടുന്നത് ശരീരത്തിലെ ഏത് ഭാഗത്താണ്? അറ്റ്ലസ് അസ്ഥി കാണപ്പെടുന്നത് ശരീരത്തിലെ ഏത് ഭാഗത്താണ്? കഴുത്തിലാണ്. കഴുത്തിലാണ് അറ്റ്ലസ് അസ്ഥി കാണപ്പെടുന്നത്. കഴുത്തിൽ. ലോക റാബീസ് ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ലോക റാബീസ് ദിനം. റാബീസ് ദിനം സെപ്റ്റംബർ 28 സെപ്റ്റംബർ 28 ലോക റാബീസ് ദിനമായിട്ട് ആചരിക്കുന്നത്. സെപ്റ്റംബർ 28. സോറിയാസിസ് ബാധിക്കുന്നത് ഏത് ഭാഗത്തെയാണ്? സോറിയാസിസ് ബാധിക്കുന്നത് ഏത് ഭാഗത്തെയാണ്? ത്വക്കിനെയാണ്. ത്വക്കിനെയാണ് സോറിയാസിസ്
ബാധിക്കുന്നത്? കേരളത്തിൽ അവയവദാനം ഏകോപിപ്പിക്കുന്നതിന് 2012 ആരംഭിച്ച പദ്ധതി ഏതാണ്? കേരളത്തിൽ അവയവദാനം ഏകോപിപ്പിക്കുന്നതിന് 2012 ആരംഭിച്ച പദ്ധതി ഏത്? മൃതസഞ്ജീവനിയാണ്. മൃതസഞ്ജീവനി പദ്ധതി ആരംഭിച്ച വർഷം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? 2012 2012 മൃതസഞ്ജീവനി പദ്ധതി ആരംഭിച്ചത്. കേരളത്തിൽ അവയവദാനം ഏകോപിപ്പിക്കുന്നതിന് ആരംഭിച്ച പദ്ധതിയാണ് മൃതസഞ്ജീവനി പദ്ധതി. ആരംഭിച്ച വർഷം 2012. ഇന്ത്യയിൽ ആദ്യമായി കൊറോണ വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജില്ല ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് കൊറോണ വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഏത് ജില്ലയിലാണ്? തൃശ്ശൂരാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് കൊറോണ വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഇന്ത്യയിലെ ആദ്യത്തെ ഫ്രീ ട്രേഡ് പോർട്ട് എന്ന ഖ്യാതി ഏത് തുറമുഖത്തിനാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഫ്രീ ട്രേഡ് പോർട്ട് കാട്ട്ലയാണ്. ഓപ്ഷൻ എ കാട്ട്ല. കുഷോക്ക് ബാക്കുള റിംപോച്ചി വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വിമാനത്താവളത്തിന്റെ പേര് കുഷോക്ക് ബാക്കുള റിംപോച്ചി വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ലേയിലാണ്. കുഷോക്ക് ബാക്കുള റിംപോച്ചി വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് ലേയിലാണ്. സ്വതന്ത്ര ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിൽ ഇടം കണ്ടെത്തിയ ആദ്യത്തെ വിദേശി ആരാണ്? സ്വതന്ത്ര ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിൽ ഇടം കണ്ടെത്തിയ ആദ്യത്തെ വിദേശിയാണ് ഹെൻറി ഡ്യൂനന്റ് ആണ് സ്വതന്ത്ര ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിൽ ഇടം കണ്ടെത്തിയ ആദ്യത്തെ വിദേശി ഹെൻറി ഡ്യൂനന്റ്. ആന്ധ്രാപ്രദേശിലെ തുമ്മലപ്പള്ളി ഖനി ഏത് ധാതുവിൻ്റെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഖനിയാണ്? എവിടെയുള്ളതാണ്? ആന്ധ്രാപ്രദേശിലുള്ള തുമ്മലപ്പള്ളി ഖനി യുറേനിയത്തിൻ്റെ ഏറ്റവും വലിയ ഖനിയാണ്. തുമ്മലപ്പള്ളി ഖനി എവിടെയാണ്? ആന്ധ്രാപ്രദേശിൽ. ലോകഹിതവാദി എന്നറിയപ്പെട്ടിരുന്നത് ആരായിരുന്നു? ഹിതവാദി എന്നറിയപ്പെട്ടിരുന്നത് ഗോപാൽ ഹരി ദേശ്മുഖ്. ലോകഹിതവാദി എന്നറിയപ്പെട്ടിരുന്നത് ആരായിരുന്നു? ഗോപാൽ ഹരി ദേശ്മുഖ്. 1888 യുണൈറ്റഡ് ഇന്ത്യൻ പാട്രിയോട്ടിക് അസോസിയേഷൻ സ്ഥാപിച്ചത് ആരാണ്? 1888 യുണൈറ്റഡ് ഇന്ത്യൻ പാട്രിയോട്ടിക് അസോസിയേഷൻ സ്ഥാപിച്ചത് ആരാണ്? സർ സയ്യിദ് അഹമ്മദ് ഖാനാണ്. 1888 യുണൈറ്റഡ് ഇന്ത്യൻ പാട്രിയോട്ടിക് അസോസിയേഷൻ സ്ഥാപിച്ചത്. കർമ്മയോഗി എന്ന പത്രം ആരംഭിച്ച സ്വാതന്ത്ര്യ സമര പോരാളി ആരായിരുന്നു? കർമ്മയോഗി എന്ന പത്രം ആരംഭിച്ച സ്വാതന്ത്ര്യ സമര പോരാളി ആരായിരുന്നു? അരവിന്ദ് ഘോഷ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അരവിന്ദ് ഘോഷ്. പത്രത്തിന്റെ പേരെന്താണ്? കർമ്മയോഗി. വേലുത്തമ്പി ദളവ ജീവത്യാഗം ചെയ്തത് ഏത് വർഷമായിരുന്നു? വേലുത്തമ്പി ദളവ ജീവത്യാഗം ചെയ്ത വർഷം 1809 1809 വേലുത്തമ്പി ദളവ ജീവത്യാഗം ചെയ്തത്. 1809. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഏത് വൈദേശിക ശക്തിയെയാണ് പരാജയപ്പെടുത്തിയത്? കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഏത് വൈദേശിക ശക്തിയെയാണ് പരാജയപ്പെടുത്തിയത്? ഡച്ചുകാരെയാണ്. 1867 ജന്മി കുടിയാൻ വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? 1867 ജന്മി കുടിയാൻ വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആയില്യം തിരുനാൾ.
1916 പാലക്കാട് നടന്ന മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരായിരുന്നു? 1916 പാലക്കാട് നടന്ന മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആനി ബസന്റ്. ഓപ്ഷൻ സി ആണ് ഉത്തരം, ആനി ബസന്റ്. വൈക്കം സത്യാഗ്രഹം അവസാനിച്ച സമയത്ത് തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു? വൈക്കം സത്യാഗ്രഹം അവസാനിച്ച സമയത്ത് തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്നത് ആരായിരുന്നു? സേതു ലക്ഷ്മിബായി. സേതു ലക്ഷ്മിബായി ആയിരുന്നു വൈക്കം സത്യാഗ്രഹം അവസാനിച്ച സമയത്ത് തിരുവിതാംകൂർ ഭരണാധികാരി ആയിരുന്നത്. സാധുജന പരിപാലന സംഘത്തിന്റെ മുഖപത്രമായ സാധുജന പരിപാലനയുടെ ആദ്യത്തെ എഡിറ്റർ ആരായിരുന്നു? സാധുജന പരിപാലന സംഘത്തിന്റെ മുഖപത്രമായ സാധുജന പരിപാലനയുടെ ആദ്യത്തെ എഡിറ്റർ ആരായിരുന്നു? കാളിച്ചോതി കറുപ്പൻ. കാളിച്ചോതി കറുപ്പൻ. ഏതു വർഷം നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിലാണ് മഹാത്മാഗാന്ധി അധ്യക്ഷത വഹിച്ചത്? ഏതു വർഷം നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിലാണ് മഹാത്മാഗാന്ധി അധ്യക്ഷത വഹിച്ചത്? 1924 1924. ഇന്ത്യയുടെ ദേശീയ പുഷ്പമായ താമരയുടെ ശാസ്ത്രീയ നാമം എന്താണ്? ഇന്ത്യയുടെ ദേശീയ പുഷ്പമായ താമരയുടെ ശാസ്ത്രീയ നാമം നിലംബോ ന്യൂസിഫറ. ഇന്ത്യയുടെ ദേശീയ പുഷ്പം ഏതാണ്? താമരയാണ്. താമരയുടെ ശാസ്ത്രീയ നാമം നിലംബോ ന്യൂസിഫറ എന്നാണ്. നിലംബോ ന്യൂസിഫറ. കേരളത്തിലെ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം. കേരളത്തിലെ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം 152 ആണ്. 152. കേരളത്തിലെ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം 152. കേരളത്തിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് നിലവിൽ വന്നത് എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് നിലവിൽ വന്നത് ആലപ്പുഴയിലാണ്. ആലപ്പുഴ. കേരളത്തിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് എവിടെയാണ് നിലവിൽ വന്നത്? ആലപ്പുഴ. കേരളത്തിലെ ഏക ഓക്സ്ബോ തടാകമായ വൈന്തല. വൈന്തല ഏത് നദിയിലാണ്? കേരളത്തിലെ ഏക ഓക്സ്ബോ തടാകം ഏതാണ്? വൈന്തലയാണ്. വൈന്തല ഏത് നദിയിലാണ്? ചാലക്കുടി പുഴയിലാണ്. ചാലക്കുടി പുഴ. കായൽ ടൂറിസത്തിലൂടെ പ്രസിദ്ധമായ വലിയ പറമ്പ ഏത് ജില്ലയിലാണ്? വലിയ പറമ്പ. വലിയ പറമ്പ ഏത് ജില്ലയിലാണ്? കാസർഗോഡ് ജില്ലയിലാണ്. കാസർഗോഡ് ജില്ല. മത്സ്യഫെഡിന്റെ ആസ്ഥാനം ഏത് ജില്ലയിലാണ്? മത്സ്യഫെഡിന്റെ ആസ്ഥാനം. മത്സ്യഫെഡിന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. മത്സ്യഫെഡിന്റെ ആസ്ഥാനം തിരുവനന്തപുരം. തവളക്കണ്ണൻ എന്നത് ഏത് കാർഷിക വിളയുടെ കേരളത്തിൽ കൃഷി ചെയ്യുന്ന ഒരു ഇനമാണ്? തവളക്കണ്ണൻ. തവളക്കണ്ണൻ എന്നത് നെല്ലാണ്. നെല്ല്. തവളക്കണ്ണൻ എന്നത് നെല്ലാണ്. ഒമേറ്റാഫോബിയ. ഒമേറ്റാഫോബിയ എന്നത് ഏത് ശരീരഭാഗവുമായിട്ട് ബന്ധപ്പെട്ട ഭയമാണ്? ഫോബിയ ഭയം ഏതാണ്? ഏത് ശരീരഭാഗവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? കണ്ണാണ്. കണ്ണ്. ഒമേറ്റാഫോബിയ. ഒമേറ്റാഫോബിയ എന്നത് കണ്ണുമായിട്ട് ബന്ധപ്പെട്ട ഭയമാണ്. പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട അപ്പിക്കോ പ്രസ്ഥാനം ഏത് സംസ്ഥാനത്താണ് രൂപപ്പെട്ടത്? രൂപമെടുത്തത് ഏത് സംസ്ഥാനത്താണ്? അപ്പിക്കോ പ്രസ്ഥാനം. അപ്പിക്കോ പ്രസ്ഥാനം എവിടെയാണ്? കർണാടകയിലാണ്. അപ്പിക്കോ പ്രസ്ഥാനം കർണാടക. താഴെ കൊടുത്തവയിൽ ഏത് ടെസ്റ്റാണ് ഡെങ്കിപ്പനി നിർണയത്തിനായിട്ട് ഉപയോഗപ്പെടുത്തുന്നത്? ഡെങ്കിപ്പനി. ഡെങ്കിപ്പനി നിർണയത്തിനായിട്ട് ഉപയോഗപ്പെടുത്തുന്നത് ടൂർണിക്കറ്റ് ടെസ്റ്റാണ്. ടൂർണിക്കറ്റ് ടെസ്റ്റാണ് ഡെങ്കിപ്പനി നിർണയത്തിനായിട്ട് ഉപയോഗപ്പെടുത്തുന്നത്. ടെസ്റ്റിൻ്റെ പേര് ടൂർണിക്കറ്റ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഡെങ്കിപ്പനി നിർണയത്തിനായിട്ടുള്ള ടെസ്റ്റാണ് ടൂർണിക്കറ്റ്. താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ വ്യാപ്തം അതിൻ്റെ മർദ്ദത്തിന് വിപരീതാനുപാതത്തിലായിരിക്കുമെന്ന് പ്രസ്താവിക്കുന്ന നിയമം ഏതാണ്? താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ വ്യാപ്തം അതിൻ്റെ മർദ്ദത്തിന്
വിപരീതാനുപാതത്തിലായിരിക്കുമെന്ന് പ്രസ്താവിക്കുന്ന നിയമമാണ് ബോയിൽ നിയമം. ഓപ്ഷൻ സി ആണ് ഉത്തരം, ബോയിൽ നിയമം. വിവരാവകാശ നിയമം പാർലമെന്റ് പാസാക്കുന്നതിന് പ്രേരക ശക്തിയായി മാറിയ കിസാൻ മസ്ദൂർ ശക്തി സംഘടന എന്ന സംഘടനയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണ്? വിവരാവകാശ നിയമം പാർലമെന്റ് പാസാക്കുന്നതിന് പ്രേരക ശക്തിയായിട്ട് മാറിയ സംഘടന ഏത് എന്ന് ചോദിക്കാറുണ്ട്. ഏതാണ്? കിസാൻ മസ്ദൂർ ശക്തി സംഘടന ആണ്. ഈ സംഘടനയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണ്? അരുണ റോയ് ആണ്. അരുണ റോയ്. താഴെ കൊടുത്തവയിൽ മഴയുടെ തോത് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം, മഴയുടെ തോത് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം പ്ലൂവിയോമീറ്റർ ആണ്. മഴയുടെ തോത് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? പ്ലൂവിയോമീറ്റർ. ലൂമിനസ് ഇന്റൻസിറ്റിയുടെ അടിസ്ഥാന യൂണിറ്റ് ഏതാണ്? ലൂമിനസ് ഇന്റൻസിറ്റിയുടെ അടിസ്ഥാന യൂണിറ്റ് ക്യാൻഡലയാണ്. ക്യാൻഡല. ലൂമിനസ് ഇന്റൻസിറ്റിയുടെ അടിസ്ഥാന യൂണിറ്റ് ആണ് ക്യാൻഡല. താഴെ നൽകിയവയിൽ പ്രോട്ടോണുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായത് ഏതാണ്? പ്രോട്ടോണുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായത്: മാസ് ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസിന് തുല്യമാണ്, പോസിറ്റീവ് ചാർജുള്ള കണമാണ്, ന്യൂക്ലിയസിന് പുറത്തായി കാണപ്പെടുന്നു, റൂദർഫോർഡാണ് കണ്ടെത്തിയത്. പ്രോട്ടോണുമായിട്ട് ബന്ധപ്പെട്ട് തെറ്റായത് ഏത്? ഓപ്ഷൻ സി ആണ് തെറ്റായിട്ടുള്ളത്. ന്യൂക്ലിയസിന് പുറത്തായി കാണപ്പെടുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു, തെറ്റാണ്. മാസ് ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസിന് തുല്യമാണ്, ശരിയാണ്. പോസിറ്റീവ് ചാർജുള്ള കണമാണ്. പ്രോട്ടോണിന്റെ ചാർജ് പോസിറ്റീവ്, ശരിയാണ്. പ്രോട്ടോൺ കണ്ടെത്തിയത് റൂദർഫോർഡ്, ശരിയാണ്. അടുത്ത ചോദ്യം: പൊട്ടാസ്യം പെർമാംഗനേറ്റ് ചൂടാക്കുമ്പോൾ ലഭിക്കുന്ന വാതകം ഏത്? പൊട്ടാസ്യം പെർമാംഗനേറ്റ് ചൂടാക്കുമ്പോൾ ലഭിക്കുന്നത് ഓക്സിജൻ ആണ്. ഓക്സിജൻ. താഴെ കൊടുത്തവയിൽ നാഗസാക്കിയിൽ പതിച്ച ആറ്റം ബോംബിലെ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് ഏതായിരുന്നു? നാഗസാക്കിയിൽ പതിച്ച ആറ്റം ബോംബിലെ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് പ്ലൂട്ടോണിയം 239. പ്ലൂട്ടോണിയം 239. ഗ്രീൻവിച്ച് മെറിഡിയൻ സമയത്തേക്കാൾ എത്ര മണിക്കൂർ മുന്നിലാണ് ഇന്ത്യൻ പ്രാദേശിക സമയം? ഗ്രീൻവിച്ച് മെറിഡിയൻ സമയത്തേക്കാൾ എത്ര മണിക്കൂർ മുന്നിലാണ് ഇന്ത്യൻ പ്രാദേശിക സമയം? 5.5 മണിക്കൂറാണ്. ഓപ്ഷൻ സി 5.5 മണിക്കൂർ. വടക്കു കിഴക്കൻ സംസ്ഥാനമായ മേഘാലയ ഏത് ഇന്ത്യൻ സംസ്ഥാനവുമായി മാത്രമാണ് അതിർത്തി പങ്കിടുന്നത്? മേഘാലയ അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ആസാമാണ്. മേഘാലയ ആസാമുമായിട്ടാണ് അതിർത്തി പങ്കിടുന്നത്. നിശബ്ദ കൊലയാളി എന്നറിയപ്പെടുന്ന രോഗം. നിശബ്ദ കൊലയാളി എന്നറിയപ്പെടുന്നത് അമിത രക്തസമ്മർദ്ദമാണ്. അമിത രക്തസമ്മർദ്ദമാണ് നിശബ്ദ കൊലയാളി എന്ന് അറിയപ്പെടുന്നത്. ഗംഗാ നദിയിലെ ജലപ്രവാഹം നിയന്ത്രിക്കാനായി 1986 പശ്ചിമ ബംഗാളിൽ കമ്മീഷൻ ചെയ്ത അണക്കെട്ട് ഏതാണ്? പശ്ചിമ ബംഗാളിൽ കമ്മീഷൻ ചെയ്ത അണക്കെട്ട് ഗംഗാ നദിയിലെ ജലപ്രവാഹം നിയന്ത്രിക്കുന്നതിനായിട്ട് ഫറാക്ക അണക്കെട്ടാണ്. ഫറാക്ക അണക്കെട്ട് ഗംഗാ നദിയിലെ ജലപ്രവാഹം നിയന്ത്രിക്കുന്നതിനായി 1986 പശ്ചിമ ബംഗാളിൽ കമ്മീഷൻ ചെയ്ത അണക്കെട്ടാണ് ഫറാക്ക അണക്കെട്ട്. ചമ്പാരൻ സത്യാഗ്രഹത്തിലേക്ക് മഹാത്മാഗാന്ധിയെ ക്ഷണിച്ച പ്രാദേശിക നേതാവ് ആരായിരുന്നു? ചമ്പാരൻ സത്യാഗ്രഹത്തിലേക്ക് മഹാത്മാഗാന്ധിയെ ക്ഷണിച്ച പ്രാദേശിക നേതാവ് രാജ്കുമാർ ശുക്ലയാണ് ചമ്പാരൻ സത്യാഗ്രഹത്തിലേക്ക് മഹാത്മാഗാന്ധിയെ ക്ഷണിച്ചത്. രാജ്കുമാർ ശുക്ല. ഇന്ത്യയിൽ സൈബർ നിയമം നിലവിൽ വന്നത് എന്നാണ്? ഇന്ത്യയിൽ സൈബർ നിയമം നിലവിൽ വന്നത് 2000 ഒക്ടോബർ 7-നാണ്. 2000 ഒക്ടോബർ 7-നാണ് ഇന്ത്യയിൽ സൈബർ നിയമം നിലവിൽ വന്നത്. താഴെ കൊടുത്തവയിൽ ജനഹിത പരിശോധനയിലൂടെ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായ നാട്ടുരാജ്യം ഏത്? ജനഹിത പരിശോധനയിലൂടെ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായ നാട്ടുരാജ്യം
ജുനഗഡ് ആണ്. ജുനഗഡ്. മൗലിക അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടത് ഏത് രാജ്യത്തു നിന്നുമാണ്? മൗലിക അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടത് അമേരിക്കയിൽ നിന്നുമാണ്. അമേരിക്ക. മൗലിക അവകാശങ്ങളിൽ നിന്നും വേർപെടുത്തപ്പെട്ട സ്വത്തവകാശത്തെക്കുറിച്ച് ഇപ്പോൾ ഭരണഘടനയുടെ എത്രാം ഭാഗത്തിലാണ് പ്രതിപാദിക്കുന്നത്? ആദ്യം സ്വത്തവകാശം എന്തവകാശമായിരുന്നു? മൗലിക അവകാശമായിരുന്നു. ഇപ്പോൾ സ്വത്തവകാശം നിയമപരമായ അവകാശമാണ്. മൗലിക അവകാശത്തിൽ നിന്നും വേർപെടുത്തപ്പെട്ട സ്വത്തവകാശത്തെക്കുറിച്ച് ഇപ്പോൾ ഭരണഘടനയുടെ എത്രാമത്തെ ഭാഗത്തിലാണ് പ്രതിപാദിക്കുന്നത്? 12ാമത്തെ ഭാഗത്തിലാണ്. ഭാഗം 12. ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളാണ് പൗരന്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? പൗരന്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 19 ആണ്. ആർട്ടിക്കിൾ 19. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ ഒരു പൗരന് എന്ത് അവകാശമാണ് പ്രദാനം ചെയ്യുന്നത്? ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. മത സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. മത സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. അടുത്ത ചോദ്യം, വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ട് ഏതാണ്? വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ട് ഹേബിയസ് കോർപ്പസ് ആണ്. ഹേബിയസ് കോർപ്പസ്. വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. ആനയെ ദേശീയ പൈതൃക ജീവിയായിട്ട് അംഗീകരിച്ചത് ഏത് വർഷമാണ്? ദേശീയ പൈതൃക മൃഗം ഏതാണ്? ആനയാണ്. ആനയെ ദേശീയ പൈതൃക മൃഗമായിട്ട് അംഗീകരിച്ചത് 2010 2010. കിഴക്കോട്ടൊഴുകുന്ന കേരളത്തിലെ നദികളിൽ ഏറ്റവും ചെറുത് ഏതാണ്? കിഴക്കോട്ടൊഴുകുന്ന കേരളത്തിലെ 3 നദികളാണ് കബനി, ഭവാനി, പാമ്പാർ. ഇതിലേറ്റവും ചെറുത് ഏതാണ്? പാമ്പാറാണ്. ഏറ്റവും വലുത് ഏതാണ്? കബനിയാണ്. മനസ്സാണ് ദൈവം എന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായകൻ ആരാണ്? മനസ്സാണ് ദൈവം എന്ന് പ്രഖ്യാപിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ബ്രഹ്മാനന്ദ ശിവയോഗി. മനസ്സാണ് ദൈവം എന്ന് പ്രഖ്യാപിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗി. കേരള പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ ആസ്ഥാനത്തിന് ആരുടെ പേരാണ് നൽകിയിരിക്കുന്നത്? കേരള പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ ആസ്ഥാനത്തിന് നൽകിയിരിക്കുന്നത് ആരുടെ പേരാണ്? മഹാത്മാ അയ്യങ്കാളി. മഹാത്മാ അയ്യങ്കാളി. 1905 പ്രസിദ്ധീകരണം ആരംഭിച്ച ഏത് പത്രത്തിന്റെ ആദ്യത്തെ പത്രാധിപരായിരുന്നു? CP ഗോവിന്ദപിള്ള. CP ഗോവിന്ദപിള്ള 1905 പ്രസിദ്ധീകരണം ആരംഭിച്ച ഏത് പത്രത്തിന്റെ ആദ്യത്തെ പത്രാധിപർ ആയിരുന്നു? സ്വദേശാഭിമാനിയാണ്. സ്വദേശാഭിമാനി. സ്വദേശാഭിമാനി പത്രത്തിന്റെ ആദ്യത്തെ പത്രാധിപർ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ CP ഗോവിന്ദപിള്ളയാണ്. സ്വദേശാഭിമാനി പ്രസിദ്ധീകരണം ആരംഭിച്ച വർഷം 1905 ആണ്. 1905. നായർ സർവീസ് സൊസൈറ്റിയുടെ മുഖപത്രം ഏതാണ്? നായർ സർവീസ് സൊസൈറ്റിയുടെ മുഖപത്രം സർവീസ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. സർവീസ്. 1952 ഏത് മണ്ഡലത്തിൽ നിന്നുമാണ് K. കേളപ്പൻ ലോകസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്? 1952 ഏത് മണ്ഡലത്തിൽ നിന്നുമാണ് K. കേളപ്പൻ ലോകസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്? പൊന്നാനിയാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. പൊന്നാനി. താഴെ നൽകിയവയിൽ ഏതാണ് അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ സാധിക്കാത്ത അവസ്ഥ? അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ സാധിക്കാത്ത അവസ്ഥ. മയോപ്പിയ. ഓപ്ഷൻ സി. മയോപ്പിയ. അന്നജത്തെ മാൾട്ടോസാക്കി മാറ്റുന്ന ഉമ്മിനീരിലെ രാസാഗ്നി ഏതാണ്? അന്നജത്തെ മാൾട്ടോസാക്കി മാറ്റുന്ന ഉമ്മിനീരിലെ രാസാഗ്നി ടയലിൻ ആണ്. ടയലിൻ. ഓപ്ഷൻ ബി. ടയലിൻ. ഐലൻഡ്സ് ഓഫ് ലാംഗർഹാൻസ് കാണപ്പെടുന്നത് ഏത് ഗ്രന്ഥിയിലാണ്? ഐലൻഡ്സ് ഓഫ് ലാംഗർഹാൻസ് കാണപ്പെടുന്നത് പാൻക്രിയാസിലാണ്.
പാൻക്രിയാസ്. ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് കാണപ്പെടുന്നത് പാൻക്രിയാസിലാണ്. നെഫ്രോളജി ഏത് ശരീരഭാഗത്തെക്കുറിച്ചുള്ള പഠനമാണ്? നെഫ്രോളജി വൃക്കയെക്കുറിച്ചുള്ള പഠനമാണ്. വൃക്ക. താഴെ നൽകിയവയിൽ ജലത്തിൽ ലയിക്കുന്ന ജീവകം ഏതാണ്? ജലത്തിൽ ലയിക്കുന്ന ജീവകം വിറ്റാമിൻ സി ആണ്. ജലത്തിൽ ലയിക്കുന്ന ജീവകമുണ്ട്, കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകമുണ്ട്. ജലത്തിൽ ലയിക്കുന്ന ജീവകം ഏതാണ്? വിറ്റാമിൻ സി ആണ്. എ, ഡി, ഇ, കെ എന്നിവയെല്ലാം കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ആണ്. ഏത് രോഗവുമായിട്ട് ബന്ധപ്പെട്ട് നൽകുന്ന ചികിത്സയാണ് ഡോട്ട്സ് ചികിത്സ? ക്ഷയരോഗമാണ്. ക്ഷയരോഗ ചികിത്സയാണ് ഡോട്ട്സ് ചികിത്സ. ശക്തി, മുക്തി എന്നിവ കേരളത്തിലെ ഏത് പച്ചക്കറിയുടെ വ്യത്യസ്ത ഇനങ്ങളാണ്? ശക്തി, മുക്തി എന്നിവ തക്കാളിയുടെ ഇനങ്ങളാണ്. തക്കാളി. താഴെ നൽകിയവയിൽ ഏത് കിരണങ്ങളാണ് പോൾ വില്ലാർഡ് കണ്ടെത്തിയത്? ഏത് കിരണങ്ങളാണ് പോൾ വില്ലാർഡ് കണ്ടെത്തിയത്? ഗാമ കിരണമാണ്. ഗാമ കിരണം കണ്ടെത്തിയത് ആരാണ്? പോൾ വില്ലാർഡ്. ഒരു ആറ്റത്തിലെ പ്രോട്ടോണിൻ്റെയും ഇലക്ട്രോണിൻ്റെയും എണ്ണം എത്ര? എണ്ണം ഓപ്ഷൻ എ ആണ് തുല്യമായിരിക്കും. ഒരു ആറ്റത്തിലെ പ്രോട്ടോണിൻ്റെയും ഇലക്ട്രോണിൻ്റെയും എണ്ണം എങ്ങനെയായിരിക്കും? തുല്യമായിരിക്കും. കാന്തിക മണ്ഡലത്തിൻ്റെ ശക്തി അളക്കുന്ന യൂണിറ്റിന് ഏത് ശാസ്ത്രജ്ഞൻ്റെ പേരാണ് നൽകിയിരിക്കുന്നത്? കാന്തിക മണ്ഡലത്തിൻ്റെ ശക്തി അളക്കുന്ന യൂണിറ്റിന് ഏത് ശാസ്ത്രജ്ഞൻ്റെ പേരാണ് നൽകിയിരിക്കുന്നത്? നിക്കോള ടെസ്ല. താപോർജ്ജവും യാന്ത്രികോർജ്ജവും തമ്മിലുള്ള ബന്ധം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആര്? തമ്മിലുള്ള ബന്ധം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലായി ദ്രവ്യം കാണപ്പെടുന്നത് ഏത് അവസ്ഥയിലാണ്? ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത്? പ്ലാസ്മാവസ്ഥയിലാണ്. പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് പ്ലാസ്മാവസ്ഥയിലാണ്. ഒരു വോൾട്ടിന് തുല്യമായത് ഏതാണ്? 1 ജൂൾ പെർ കുളമ്പാണ്. 1 വോൾട്ടിന് തുല്യമായത്. 1 ജൂൾ പെർ കുളമ്പ്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് മുംബൈയാണ്. ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം മുംബൈ. സ്പ്രിംഗ് ബാലൻസിന്റെ പ്രവർത്തന തത്വം ഹൂക്സ് നിയമമാണ്. ഹൂക്സ് നിയമം. ശരിയായ പ്രസ്താവന ഏത്? പശ്ചിമ അസ്വസ്ഥതയുടെ ഉത്ഭവസ്ഥാനം മെഡിറ്ററേനിയൻ കടലാണ്. ഇന്ത്യയിൽ ശൈത്യകാലം അനുഭവപ്പെടുന്നത് ഒക്ടോബർ മുതൽ നവംബർ വരെയാണ്. കന്നിച്ചൂട് അനുഭവപ്പെടുന്നത് വടക്കുകിഴക്കൻ മൺസൂൺ കാലത്തിലാണ്. ശരിയായത് ഏത് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി 1, 3 ശരിയാണ്. പശ്ചിമ അസ്വസ്ഥതയുടെ ഉത്ഭവസ്ഥാനം മെഡിറ്ററേനിയൻ കടലാണ്. കന്നിച്ചൂട് അനുഭവപ്പെടുന്നത് വടക്കുകിഴക്കൻ മൺസൂൺ കാലത്തിലാണ് എന്നിവ ശരിയാണ്. കേരളത്തിൽ നിയമസാക്ഷരത നേടിയ ആദ്യ വില്ലേജ് ഒല്ലൂക്കരയാണ്. കേരളത്തിൽ നിയമസാക്ഷരത നേടിയ ആദ്യ വില്ലേജാണ് ഒല്ലൂക്കര. ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ലാഹോറിന്റെ നദി എന്നറിയപ്പെടുന്നത് റവി നദിയാണ്. കാശ്മീർ താഴ്വരയിലൂടെ ഒഴുകുന്ന നദിയാണ് ജലം. ദുൽഹസ്തി പവർ പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്നത് ചെനാബ് നദിയിലാണ്. ഓപ്ഷൻ ഡി 3 പ്രസ്താവനകളും ശരിയാണ്. ലാഹോറിന്റെ നദി എന്നറിയപ്പെടുന്നത് റവി നദിയാണ്. ശരിയാണ്. കാശ്മീർ താഴ്വരയിലൂടെ ഒഴുകുന്ന നദിയാണ് ജലം. ശരിയാണ്. ദുൽഹസ്തി പവർ പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്നത് ചെനാബ് നദിയിലാണ്. ശരിയാണ്.
സൈബർ നിയമങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എവിടെയാണ്? സൈബർ നിയമങ്ങൾ അവശിഷ്ടാധികാരങ്ങളിലാണ് വരുന്നത്. സൈബർ നിയമങ്ങൾ അവശിഷ്ട അധികാരങ്ങളിലാണ് വരുന്നത്. ഇന്റർനെറ്റിൽ കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നത് തടയുന്നതിനായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതി. ഇന്റർനെറ്റിൽ കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നത് തടയുന്നതിനായിട്ട് കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ പി ഹണ്ട്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. എല്ലാ ദ്രവ്യരൂപങ്ങളെയും ചലിപ്പിക്കുന്നത് ഊർജമാണ്. പ്രവൃത്തി ചെയ്യുവാനുള്ള കഴിവാണ് ഊർജം. ഊർജത്തിന് സ്ഥിതി ചെയ്യുവാൻ സ്ഥലം ആവശ്യമില്ല. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 3 പ്രസ്താവനകളും ശരിയാണ്. എല്ലാ ദ്രവ്യരൂപങ്ങളെയും ചലിപ്പിക്കുന്നത് ഊർജമാണ്, ശരിയാണ്. പ്രവൃത്തി ചെയ്യുവാനുള്ള കഴിവാണ് ഊർജം, ശരിയാണ്. ഊർജത്തിന് സ്ഥിതി ചെയ്യുവാൻ സ്ഥലം ആവശ്യമില്ല, ശരിയാണ്. ഒരു പ്രാവശ്യം ഹൃദയമിടിക്കുന്നതിന് ആവശ്യമായ സമയം 0.8 സെക്കൻഡ് ആണ്. 0.8 സെക്കൻഡ്. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വനിത ജഹനാര ഷാനവാസ് ആണ്. കുട്ടികളിൽ മാത്രം പ്രവർത്തിക്കുന്ന ഗ്രന്ഥി തൈമസ് ഗ്രന്ഥിയാണ്. കുട്ടികളിൽ മാത്രം പ്രവർത്തിക്കുന്ന ഗ്രന്ഥി തൈമസ് ഗ്രന്ഥി. ടാഗോറിന് നോബൽ സമ്മാനം ലഭിച്ചത് ഏത് വർഷമാണ്? 1913. 1913 ടാഗോറിന് നോബൽ സമ്മാനം ലഭിച്ചത്. 1913. ചുവടെ പറയുന്ന സംഭവങ്ങളെ വർഷത്തിന്റെ അടിസ്ഥാനത്തിൽ അവസാനത്തേതിൽ നിന്ന് ആദ്യത്തിലേക്ക് എന്ന രീതിയിൽ ശരിയായി ക്രമീകരിക്കുക. തന്നിരിക്കുന്നത് മലബാർ കലാപം, വൈക്കം സത്യാഗ്രഹം, അരുവിപ്പുറം ശിവപ്രതിഷ്ഠ, ക്ഷേത്രപ്രവേശന വിളംബരം, ഗുരുവായൂർ സത്യാഗ്രഹം. അവസാനത്തേതിൽ നിന്ന് ആദ്യത്തേതിലേക്ക് എന്ന രീതിയിൽ ശരിയായിട്ട് ക്രമീകരിക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. മലബാർ കലാപം നടന്ന വർഷം 1921. വൈക്കം സത്യാഗ്രഹം നടന്നത് 1924. അരുവിപ്പുറം പ്രതിഷ്ഠ 1888. ക്ഷേത്രപ്രവേശന വിളംബരം 1936. ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം 1931. ഉത്തരം വരുന്നത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി. 4, 5, 2, 1, 3. ക്ഷേത്രപ്രവേശന വിളംബരം, ഗുരുവായൂർ സത്യാഗ്രഹം, വൈക്കം സത്യാഗ്രഹം, മലബാർ കലാപം, 1888 അരുവിപ്പുറം ശിവപ്രതിഷ്ഠ. 4, 5, 2, 1, 3. താഴെ പറയുന്നവയിൽ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തന്നിരിക്കുന്നു. വിദേശകാര്യം, വില നിയന്ത്രണം, പൊതുജനാരോഗ്യം, എക്സൈസും കസ്റ്റംസും. കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വില നിയന്ത്രണം. ഏറ്റവും കൂടുതൽ മാംഗനീസ് ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഏറ്റവും കൂടുതൽ മാംഗനീസ് ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഒഡീഷ. കേന്ദ്ര പുകയില ഗവേഷണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു? കേന്ദ്ര പുകയില ഗവേഷണ കേന്ദ്രം രാജമുദ്രിയാണ്. കേന്ദ്ര പുകയില ഗവേഷണ കേന്ദ്രം രാജമുദ്രി. ഇന്ത്യയിലെ ഏറ്റവും പ്രാചീനമായ പർവ്വതനിര ഏത്? ഇന്ത്യയിലെ ഏറ്റവും പ്രാചീനമായ പർവ്വതനിര ആരവല്ലിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ ഏതാണ്? ഓപ്ഷൻ സി ആണ്. ബോംബെ മുതൽ താനെ വരെയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ ബോംബെ മുതൽ താനെ വരെ.
കേന്ദ്ര സർക്കാരിൻ്റെ അനന്യ സംസ്കാര സംരക്ഷണ പൈതൃക പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ ഉത്സവം ഏത്? കേന്ദ്ര സർക്കാരിൻ്റെ അനന്യ സംസ്കാര സംരക്ഷണ പൈതൃക പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ ഉത്സവം ചെട്ടിക്കുളങ്ങര കുംഭഭരണി കെട്ടുകാഴ്ചയാണ്. ചെട്ടിക്കുളങ്ങര കുംഭഭരണി കെട്ടുകാഴ്ച. കോവിഡ് നിരീക്ഷണത്തിനായി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്പ്. കോവിഡ് നിരീക്ഷണത്തിനായിട്ട് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്പ് ആരോഗ്യ സേതു. ഓപ്ഷൻ സി ആരോഗ്യ സേതു. കേരളത്തിലെ ഏത് ജില്ലയിൽ പ്രചാരത്തിലുള്ള കലാരൂപമാണ് മീനാക്ഷി കല്യാണം? മീനാക്ഷി കല്യാണം പാലക്കാടാണ്. പാലക്കാട് ജില്ലയിൽ പ്രചാരത്തിലുള്ള കലാരൂപമാണ് മീനാക്ഷി കല്യാണം. ഭാരതപ്പുഴയുടെ മക്കൾ ആരുടെ കൃതിയാണ്? ഭാരതപ്പുഴയുടെ മക്കൾ എന്നത് ആരുടെ കൃതിയാണ്? എസ്.കെ. പൊറ്റക്കാടാണ്. എസ്.കെ. പൊറ്റക്കാടിൻ്റെ കൃതിയാണ് ഭാരതപ്പുഴയുടെ മക്കൾ എന്നത്. ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ച സ്വാതന്ത്ര്യ സമരത്തിലെ സംഭവം ഏത്? ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ച സ്വാതന്ത്ര്യ സമരത്തിലെ സംഭവം ഉപ്പ് സത്യാഗ്രഹമാണ്. ഉപ്പ് സത്യാഗ്രഹം. കൃഷി, മൃഗസംരക്ഷണം എന്നിവ ഭരണഘടനയുടെ ഏത് ലിസ്റ്റിലെ വിഷയങ്ങളാണ്? കൃഷി, മൃഗസംരക്ഷണം എന്നിവ സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്നവയാണ്. സ്റ്റേറ്റ് ലിസ്റ്റ്. അവസാനത്തെ ചോദ്യം, അവശിഷ്ടാധികാരങ്ങൾ കേന്ദ്രത്തിന് എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തത് ഏത് രാജ്യത്തു നിന്നാണ്? അവശിഷ്ടാധികാരങ്ങൾ കേന്ദ്രത്തിന് എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തത് കാനഡയാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, കാനഡ. പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കിയത്. നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.